തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ നിങ്ങളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, പുണ്യമായിട്ട് കരുതുന്നു. അതിന് ഇടവരുത്തി തന്ന വടക്കം നാഥനെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ ആവശ്യമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ, മറ്റ് മന്ത്രിമാർ, വേദിയിൽ ശാസ്ത്രം വിളിക്കുന്ന വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക അനധ്യാപക അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, വളരെ സന്തോഷത്തോടെയാണ് ഈ വാർഷിക മഹാഭാഗവേളയിൽ ഞാൻ നിൽക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കഥ ധരിച്ചു, പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രതിശ്രമിച്ചു. എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ്. ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല, ഗുഡ് അംബാസിഡറായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ട വേഷമാണ്. അപ്പം ഇവിടുത്തെ മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം. നന്ദി സാർ. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാരാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സാമാജിക മന്ത്രിയുമായ ശിവൻകുട്ടി സാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. കാര്യം ഇത് പല പ്രാവശ്യം ഉണ്ടാക്കിയ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല, പല തിരക്കുകളിലാണ്. എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയെന്ന് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് 21 തവണ 1ാം സ്ഥാനം നേടി വളരെ മുന്നിലാണ്. തിരുവനന്തപുരം 17, തൃശ്ശൂർ 6 തവണയും ഒക്കെയാണ്. മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങൾ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചു.